ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഐഷാസ് ഡ്രീം വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ പച്ചച്ചക്ക വേവിച്ച് കഴിക്കുന്നത് വളരെ നല്ലതാണ്. ചക്കയുടെ പ്രധാന ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് വേണ്ട വൈറ്റമിൻസും മിനറൽസും അതുപോലെ ആൻറ്റി ഓക്സിഡൻസൊക്കെ ചക്കയിൽ അടങ്ങിയിട്ടുണ്ട് എന്നതാണ്. ഇത് നമ്മുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയും പ്രമേഹം, രക്തസമ്മർദ്ദം എന്നിവയൊക്കെ നിയന്ത്രിക്കുകയും ഹൃദയാരോഗ്യം വർദ്ധിപ്പിക്കുകയും ചെയ്യും. അതുപോലെ നമ്മുടെ എല്ലുകൾക്ക് ബലം നൽകാനും ഇതിൽ വൈറ്റമിൻ എയും സിയും ഒക്കെ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ കണ്ണിൻ്റെ ആരോഗ്യത്തിനും ചർമ്മ സംരക്ഷണത്തിനുമൊക്കെ ചക്ക കഴിക്കുന്നത് നല്ലതാണ്. അതുപോലെ ക്യാൻസർ രോഗത്തെ പ്രതിരോധിക്കാനുള്ള കഴിവും ചക്കക്കുണ്ടെന്ന് പഠനങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള ചക്ക എന്നും ചക്കപ്പുഴുക്കുണ്ടാക്കി കഴിക്കുമ്പോൾ എല്ലാവർക്കും മടുപ്പായിരിക്കും. അപ്പോൾ ഈ ചക്ക നമുക്ക് വേറെ ഏതൊക്കെ രീതിയിൽ വേവിച്ച് കഴിക്കാം എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടു നോക്കൂട്ടോ. എന്നിട്ട് നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലേക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ 20 പച്ചച്ചക്കച്ചുള അതിൻ്റെ കുരുവും ചവണിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്തെടുത്തിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ചക്ക കൊണ്ട് 2 റെസിപ്പിയാണ് തയ്യാറാക്കിയെടുക്കുന്നത്. ഇനി ഈ മിക്സിയുടെ ജാറിലേക്ക് അരക്കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഈ ചക്ക നല്ല ഫൈൻ പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കുക. ചക്ക അരച്ചെടുക്കുമ്പോൾ ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കരുത് കേട്ടോ. ഇതുപോലെ നല്ല തിക്കായിട്ട് വേണം അരച്ചെടുക്കാനായിട്ട്. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുക. എന്നിട്ടൊരു ബൗളിലേക്ക് ഒരു 1.5 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുക. ഗോതമ്പ് പൊടിക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ റാഗിപ്പൊടിയോ അല്ലെങ്കിൽ ചാമ പൊടിച്ചെടുത്തതോ അതുപോലത്തെ ഏതെങ്കിലും ഒരു മില്ലറ്റ്സിൻ്റെ പൊടി എടുക്കാവുന്നതാണ്. ഇനി ഈ പൊടിയിലേക്ക് ആവശ്യമായ ഉപ്പും 1 ടീസ്പൂൺ നെയ്യും ചേർത്ത് കൊടുക്കുക. ഗീ ചേർക്കുന്നത് ഓപ്ഷണലാണ് കേട്ടോ. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഗീ ചേർത്ത് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അതുപോലെ ഇതിലുള്ള ന്യൂട്രിയൻസ് ഒക്കെ നമ്മുടെ ബോഡിയിലേക്ക് പെട്ടെന്ന് അബ്സോർബ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഉപ്പും ഗീയൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാൻ ഈ പൊടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നിങ്ങളുടെ അടുത്ത് ചക്കപ്പൊടിയാണുള്ളതെങ്കിൽ ഈ ഗോതമ്പ് പൊടിയിലേക്ക് ഒരു 1/2 കപ്പ് ചക്കപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ചപ്പാത്തിക്കുള്ള മാവ് കുഴച്ചെടുക്കുന്നത് പോലെ കുഴച്ചെടുക്കുക. എൻ്റെ അടുത്ത് വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത ചക്കപ്പൊടിയുണ്ട്. പക്ഷേ ഞാൻ ഇപ്പോൾ ഈ ചക്കപ്പൊടി കൊണ്ടല്ല ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കുന്നത്. നിങ്ങളെല്ലാവരുടെ അടുത്തും ഇപ്പോൾ ചക്കപ്പൊടി ഉണ്ടായിക്കൊള്ളണമെന്നില്ലല്ലോ. അപ്പോൾ ചക്കപ്പൊടി ഉള്ളവർ പൊടി ചേർത്ത് കൊടുക്കുക. ഇല്ലാത്തവർ ചക്ക ഇതുപോലെ അരച്ചിട്ട് ഈ ഗോതമ്പ് പൊടിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് മാവ് കുഴച്ചെടുക്കുക കേട്ടോ. ചക്കയുടെ പേസ്റ്റ് ചേർത്ത് കൊടുക്കുമ്പോൾ ഒരുമിച്ച് ഒഴിച്ച് കൊടുക്കാതെ കുറേശ്ശെ ഒഴിച്ച് കൊടുത്തിട്ട് കുഴച്ചെടുക്കുക. നമ്മൾ ഈ മാവ് കൊണ്ട് ചപ്പാത്തിയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ചപ്പാത്തിക്ക് മാവ് കുഴച്ചെടുക്കുന്നത് പോലെ നല്ല സോഫ്റ്റായിട്ട് തന്നെ കുഴച്ചെടുക്കുക കേട്ടോ. നമ്മളിതിൽ ഇനി വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഈ ചക്കയുടെ പേസ്റ്റ് മാത്രം ചേർത്ത് കൊടുത്തിട്ടാണ് ഇത് കുഴച്ചെടുക്കുന്നത്. നിങ്ങളിതിലേക്ക് ഇനി ചക്കപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ അപ്പോൾ ഇതിലേക്ക് ആവശ്യമുള്ള വെള്ളം ചേർത്ത് കൊടുത്തിട്ട് കുഴച്ചെടുക്കുക കേട്ടോ. ഇപ്പം ഞാൻ ഈ മാവ് നല്ല സോഫ്റ്റായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 10 മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് ഇവിടെ അടച്ച് വെക്കാം. മാവ് ഡ്രൈ ആയി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിന് മുകളിൽ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മളിവിടെ ചപ്പാത്തിക്ക് മാവ് കുഴച്ചെടുത്തതിന് ശേഷം ചക്കയുടെ പേസ്റ്റ് ഇത്രയും ബാക്കിയുണ്ട്. ഇതുകൊണ്ട് നമുക്ക് വേറൊരു റെസിപ്പി ഉണ്ടാക്കിയെടുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇപ്പം നമ്മളിവിടെ ചപ്പാത്തിക്ക് മാവ് കുഴച്ചെടുത്തിട്ട് ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് പരത്തിയെടുക്കാം. കണ്ടോ, 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചപ്പോഴേക്കും ഈ മാവ് നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഈ മാവ് കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് എത്ര വലിപ്പത്തിലുള്ള ചപ്പാത്തിയാണോ വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ഈ മാവ് ചെറിയ ബോൾസ് ആക്കിയിട്ടെടുക്കുക. ഞാൻ ഈ ഒരു വലിപ്പത്തിലാണ് കേട്ടോ ഇത് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാൻ ഈ മാവ് മുഴുവനും ഈ ഒരു വലിപ്പത്തിലുള്ള ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നും ഓരോന്നായിട്ട് എടുത്തിട്ട് പരത്തിയെടുക്കുക. അപ്പോൾ പരത്തിയെടുക്കാനായിട്ട് കൗണ്ടർ ടോപ്പിലേക്ക് കുറച്ച് ഗോതമ്പ് പൊടി തൂവി കൊടുക്കുക. എന്നിട്ട് ഇതിൽ നിന്നും ഒരു ബോൾ കൗണ്ടർ ടോപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ട് ബാക്കിയുള്ളത് ഇവിടെ അടച്ച് വെക്കണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ മാവ് ഡ്രൈ ആയി പോവുള്ളൂ. ഇനി ഈ മാവ് വളരെ കനം കുറച്ചിട്ട് തന്നെ പരത്തിയെടുക്കുക. നമ്മൾ സാധാരണ ചപ്പാത്തിക്ക് മാവ് പരത്തിയെടുക്കൂലേ, അതുപോലെ തന്നെ പരത്തിയെടുക്കുക കേട്ടോ. ഇപ്പം ഞാനിത് ഈ ഒരു വലിപ്പത്തിൽ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് എല്ലാ ചപ്പാത്തിയും ഒരേ വലിപ്പത്തിലായി കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് എല്ലാ ചപ്പാത്തിയും ഒരേ വലിപ്പത്തിലായി കിട്ടണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുത്താൽ മതി. ഇനി ഇതുപോലെ ബാക്കിയുള്ളതൊക്കെ പരത്തിയെടുക്കുക. നമ്മളിതുപോലെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുമ്പോൾ ബാക്കി വരുന്ന ഭാഗമില്ലേ, ആ മാവ് ലാസ്റ്റ് എല്ലാം കൂടി കൂട്ടിയിട്ട് ഒന്നും കൂടി കുഴച്ചിട്ട് ബോൾസാക്കി എടുത്തിട്ടൊന്ന് പരത്തിയെടുത്താൽ മതി കേട്ടോ. ഇപ്പം ഞാനിവിടെ എല്ലാ ബോൾസും ഇതുപോലെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചുട്ടെടുക്കാം.
അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ പാൻ ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ പരത്തിയെടുത്തത് ഓരോന്നായിട്ട് ഈ പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ചുട്ടെടുക്കുക. ഒരു 2-3 പ്രാവശ്യം ഈ ചപ്പാത്തി തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കണം കേട്ടോ, എന്നാലേ ഇതുപോലെ പൊങ്ങി വരുള്ളൂ. ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് വേണം കേട്ടോ ഇത് ചുട്ടെടുക്കാനായിട്ട്. ഇപ്പോൾ ഈ ചപ്പാത്തി നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് പാനിൽ നിന്നും എടുത്ത് മാറ്റാം. എന്നിട്ട് ബാക്കിയുള്ളതും ഇതുപോലെ ചുട്ടെടുക്കുക. ചക്കയിൽ അടങ്ങിയിരിക്കുന്ന നാരുകൾ നമ്മുടെ ദഹന വ്യവസ്ഥയുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തുകയും മലബന്ധം തടയുകയും ചെയ്യുന്നു. അതുപോലെ വെയിറ്റ് കുറക്കാൻ ആഗ്രഹിക്കുന്നവരൊക്കെ അവരുടെ ഡയറ്റ് മെനുവിൽ ചക്ക ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. അപ്പോൾ ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള ഈ ചക്ക നിങ്ങൾ ഈ ചക്ക സീസണിൽ ഉണക്കി പൊടിച്ച് വെച്ചാൽ ചക്കയില്ലാത്ത കാലത്ത് നമുക്ക് ഇതുപോലെ ഉണ്ടാക്കി കഴിക്കാം. ഇപ്പം ഞാൻ ചപ്പാത്തി മുഴുവനും ചുട്ടെടുത്തിട്ടുണ്ട്. കണ്ടോ, ഈ ചപ്പാത്തി കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാകും ഇത് എത്രത്തോളം സോഫ്റ്റ് ആണെന്ന്. അപ്പോൾ ചക്ക കൊണ്ട് നിങ്ങൾ ഇതുപോലെ ചപ്പാത്തി ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂട്ടോ, തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടമാവും. ഇനി അടുത്തതായിട്ട് നമ്മൾ ചക്ക കൊണ്ട് പുട്ടാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഒരു പാനിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഈ ഗോതമ്പ് പൊടി കരിഞ്ഞു പോകാതെ നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഒരു 2-3 മിനിറ്റൊക്കെ കഴിയുമ്പോൾ ഈ ഗോതമ്പ് പൊടി റോസ്റ്റ് ആയിട്ട് നല്ലൊരു സ്മെല്ല് വരും. അതുവരെ ഈ ഗോതമ്പ് പൊടി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ. ഇപ്പോൾ ഗോതമ്പ് പൊടി റോസ്റ്റ് ആയതിൻ്റെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം. ഇനി ഈ പൊടി ചൂടാറാനായിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക. ഇത് ചൂടാറി വന്നതിന് ശേഷമാണ് നമ്മളിതുകൊണ്ട് പുട്ടുണ്ടാക്കിയെടുക്കുന്നത്. ഇപ്പോൾ ഈ പൊടി നല്ലതുപോലെ ചൂടാറി വന്നിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നും ഒരു 3 ടീസ്പൂൺ പൊടി ഒരു ബൗളിലേക്ക് മാറ്റി വെക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ അരച്ചെടുത്ത ചക്കയുടെ പേസ്റ്റില്ലേ, അത് കുറേശ്ശെയായി ചേർത്ത് കൊടുത്തിട്ട് ഈ പൊടിയൊന്ന് നനച്ചെടുക്കുക. ഇതിലേക്ക് ആവശ്യമായ ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ട് വേണം കേട്ടോ ഇത് നനച്ചെടുക്കാനായിട്ട്. ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ചക്ക പേസ്റ്റ് കൊണ്ട് തന്നെ ഇത് നനച്ചെടുത്താൽ മതി. നമ്മൾ മാവ് എടുത്തിട്ട് കൈകൊണ്ട് ഇതുപോലെ പ്രസ് ചെയ്യുമ്പോൾ ഇതുപോലെ കട്ടയായി വരും വേണം. എന്നാൽ പൊടിച്ചെടുക്കുമ്പോൾ ഇതുപോലെ പൊടിഞ്ഞ് കിട്ടും വേണം. ആ ഒരു രീതിയിൽ ഇത് നനച്ചെടുക്കുക കേട്ടോ. ഇതുപോലെ നനച്ചെടുത്തതിന് ശേഷം ഈ മാവ് ഒരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുക. നമ്മൾ നനച്ചെടുത്ത മാവ് കുറച്ചായതുകൊണ്ട് ഞാനിത് മുഴുവനും മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒരൊറ്റ ട്രിപ്പിൽ തന്നെയാണ് കേട്ടോ ഇതൊന്ന് കറക്കിയെടുക്കുന്നത്. മാവ് ഒരുപാടൊക്കെ ഉണ്ടെങ്കിൽ 2-3 ബാച്ചായിട്ട് കറക്കിയെടുക്കണം കേട്ടോ, എന്നാലേ മാവ് കട്ട കുത്താതെ കിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ 3 ടീസ്പൂൺ ഗോതമ്പ് പൊടി മാറ്റി വെച്ചില്ലേ, അത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഈ മാവ് 2-3 തവണ നിർത്തിയിട്ടൊന്ന് പൾസ് ചെയ്തെടുക്കുക. കണ്ടോ, ഇതുപോലെ കട്ടയൊന്നും കെട്ടാതെ പൾസ് ചെയ്തെടുക്കണം. ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് നല്ല സോഫ്റ്റായിട്ടുള്ള പുട്ട് കിട്ടും. അപ്പോൾ ഞാൻ ഈ മാവ് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ഈ ഒരു രീതിയിലാണ് കേട്ടോ ഈ പുട്ടുപൊടി നനച്ചെടുക്കേണ്ടത്. ഇനി ഞാൻ ഈ പൊടിയിലേക്ക് കുറച്ച് തേങ്ങ ചിരകിയെ ചേർത്ത് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. തേങ്ങ ഇതിലേക്ക് എത്രത്തോളം ചേർത്ത് കൊടുക്കുന്നുവോ അത്രത്തോളം നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് തേങ്ങ ഇഷ്ടമാണെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് ഈ പൊടി കൊണ്ട് പുട്ടുണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ ഈ പൊടി ഒരു പുട്ടുകുറ്റിയിലേക്ക് നിറച്ച് കൊടുക്കുകയാണ്. നമ്മൾ സാധാരണ പുട്ടുണ്ടാക്കിയെടുക്കുമ്പോൾ തന്നെ ആദ്യം തേങ്ങ ചേർത്ത് കൊടുക്കുക, പിന്നെ പുട്ടുപൊടി ചേർത്ത് കൊടുക്കുക, അങ്ങനെ 2-3 ലെയറായിട്ട് ചെയ്തെടുക്കുക കേട്ടോ. നമ്മൾ ഈ ഗോതമ്പ് പൊടി വറുത്തെടുത്തത് കൊണ്ട് ഈ പുട്ട് കഴിക്കാനായിട്ട് നല്ലൊരു ടേസ്റ്റാണ്. ഗോതമ്പ് പൊടിക്ക് പകരം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ റാഗിപ്പൊടി അതുപോലത്തെ മില്ലറ്റ്സിൻ്റെ പൊടികളിലും ഈ പുട്ട് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഈ പുട്ടുകുറ്റിയിൽ ഇതുപോലെ നിറച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റീം ചെയ്തിട്ടെടുക്കാം. അതിനായിട്ട് ഒരു പുട്ടുകുറ്റിയിൽ കുറച്ച് വെള്ളം തിളപ്പിച്ചെടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഈ പുട്ടുകുറ്റി വെച്ച് കൊടുക്കുക. ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ ഇതുപോലെ നല്ലതുപോലെ ആവി വന്ന് തുടങ്ങും. ആവി വന്ന ഉടനെ തന്നെ ഇത് എടുക്കരുത് കേട്ടോ. 2-3 മിനിറ്റ് നേരം ഇത് സ്റ്റീം ചെയ്തെടുക്കണം, എന്നാലേ ഇത് നല്ലതുപോലെ വെന്ത് കിട്ടുള്ളൂ. ഒരു 3 മിനിറ്റിന് ശേഷം നമ്മുടെ പുട്ട് നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള ചക്ക കൊണ്ടുള്ള പുട്ട് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ചക്ക കൊണ്ട് പുട്ടുണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാവും. ഉണ്ടാക്കി നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കരുത്. കണ്ടോ, ഈ പുട്ട് നല്ല സോഫ്റ്റുമാണ്, കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ചക്ക കൊണ്ടുള്ള നമ്മുടെ ഇന്നത്തെ ഈ 2 റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലേക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ.
സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ കാണുന്ന നോട്ടിഫിക്കേഷൻ ബെല്ല് കൂടി ഓണാക്കി വെക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പീസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയ റെസിപ്പീസുമായി ഞാൻ വീണ്ടും വരാം. താങ്ക്